നോ കപ്പിക്കാച്ച, നോ ഈസ്റ്റ്, നോ റൈസ്, നോ കുക്കിംഗ് സോഡ. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് തമിഴ്നാട് സ്റ്റൈൽ ചെട്ടിനാട്ടിൽ ഉണ്ടാക്കണ അപ്പം ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ദ വീഡിയോ. ഹലോ, വെൽക്കം ബാക്ക് ടു ഷിവൂസ് ആൻഡ് മീനൂസ് കോർണർ. ഒരു മാവ് കൊണ്ട് 3 റെസിപ്പി ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ തമിഴ്നാട് അപ്പം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇഡ്ഡലി അരി 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചരി 2 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. റേഷൻ കടയിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കാം. പിന്നെ 3/4 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ ഉഴുവ എടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ ഒരു പാത്രത്തിൽ 2 കപ്പ് ഇഡ്ഡലി അരി, പിന്നെ 2 കപ്പ് പച്ചരി, 3/4 കപ്പ് ഉഴുന്ന്, 2 സ്പൂൺ ഉഴുവ, ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് ഞാൻ 3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് കുതിർത്ത് വെക്കണം. 3 മണിക്കൂറെങ്കിലും നമുക്ക് കുതിർത്ത് വെക്കണം. ഇപ്പോൾ ഇത് നല്ല കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൈൻഡ് ഇടാം. ഇത് ഞാൻ തലേദിവസമാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഗ്രൈൻഡറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞ് നമുക്ക് കിട്ടും. നമ്മൾ ഇഡ്ഡലിക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം. പക്ഷേ നമ്മൾ ഉപ്പ് ചേർക്കണില്ല ഈ സമയത്ത്. ഇത് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല വലുപ്പം കൂടുതലുള്ള പാത്രത്തിൽ നമുക്ക് മാറ്റി കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പുളിക്കാൻ വയ്ക്കാൻ പോകുന്നു, ഫെർമെൻറ്റേഷൻ ചെയ്യുന്നു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇപ്പോൾ മാവ് നല്ല പൊങ്ങി നല്ല പുളിച്ചു വന്നിട്ടുണ്ട്. റിയലി സൂപ്പറാണ്. ഇങ്ങനെ ഇതുപോലെ മുറുന്നൊക്കെ ഉണ്ടാവണം. എങ്ങനെ പറയുക, ലൈക്ക് കോട്ടൺ പോലെ ഉണ്ടാവണം. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ. ഇതങ്ങനെ തന്നെ നമുക്ക് വെള്ളം ഊറ്റി മിക്സ് ചെയ്യണ്ട. അതിന് പകരം നമുക്ക് 2 പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഒരുപാട് മാവുണ്ടല്ലോ, അതുകൊണ്ടാണ്. നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് 3 റെസിപ്പി ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ ഒരു പകുതി മാവെടുത്ത് അതിൽ ഇച്ചിരി വെള്ളം നമുക്ക് ആഡ് ചെയ്ത് ഒന്ന് ലൂസാക്കി കൊടുക്കാം. നമ്മൾ ഗ്രൈൻഡർ കഴുകിയ വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കാം. ഒരുപാട് ലൂസാവണ്ട, നമ്മുടെ ദോശമാവ് പതത്തിൽ ഇരുന്നാൽ മതി. നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ ഉപ്പും ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പും നമുക്ക് വേണത് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പിന് സൈഡ് ഡിഷായിട്ട് ഞാൻ സ്റ്റൂ ഒന്നും ചെയ്യുന്നില്ല. അതിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം. അത് നല്ല ടേസ്റ്റാണ്. തമിഴ്നാട്ടിൽ അതാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഒരു തേങ്ങ എടുത്ത് നന്നായിട്ട് പാൽ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് പഞ്ചസാര ചേർക്കാം, പക്ഷേ ഞാൻ ഇവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടി ശർക്കര ഭയങ്കര സ്വീറ്റാണ്. ഇത് നല്ല ടേസ്റ്റും നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ഏലക്കയും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അപ്പം റെഡിയാക്കാം. അപ്പം ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഓയിൽ ഓൾ ഓവർ ഞാൻ എല്ലാ ഇടത്തിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് 2 കരണ്ടി മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി അതുകൊണ്ട് നമുക്ക് സ്പ്രെഡാക്കി കൊടുക്കാം, ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ച് ഒന്ന് അടച്ച് വയ്ക്കാം. ജസ്റ്റ് 2 മിനിറ്റ്സ് കൊണ്ട് ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് തമിഴ്നാട് സ്റ്റൈലിൽ ആപ്പം റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ് തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വായിലും വയറ്റിലൊക്കെ പുണ്ണ് വന്നെങ്കിൽ ഈ തേങ്ങാപ്പാൽ നല്ല സുഖമാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെസിപ്പി നമ്പർ 2 ചെയ്യാം. ഇത് കുട്ടീസിന് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ നല്ല ഒരു ഹാപ്പിയായിട്ട് കഴിക്കും, പെട്ടെന്ന് തന്നെ കഴിക്കും. ഇത് മിനി ആപ്പമാണ്. കുഴിപ്പണിയാരം ചെയ്യുന്ന പാത്രം ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മാവൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പൊങ്ങി വരും. ആ സമയം നമുക്ക് അടച്ച് വയ്ക്കാം. അതുപോലെ തന്നെ 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് റെഡിയാവും. ഇപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഇത് സ്ട്രഗിൾ ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊക്കെ കിട്ടും. കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടമാവും. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള മിനി അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് തേങ്ങാപ്പാൽ വെച്ച് കഴിക്കാം. ഇനി നമുക്ക് റെസിപ്പി നമ്പർ 3 നോക്കാം. ഇത് നമ്മുടെ ചെട്ടിനാട് സ്റ്റൈലാണ്.
സ്വീറ്റ് ആപ്പം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മാവ് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ മാവ് എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് കയ്യിൽ കുറച്ച് ശർക്കര ഉണ്ട്. അത് ഒരു 1/2 കപ്പിൻ്റെ ശർക്കരയാണ്. നമുക്കിതിന് അളവൊന്നുമില്ല, നമ്മൾ ചുമ്മാ എടുത്തതേ ഉള്ളൂ. നമ്മുടെ സ്വീറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് വേറെ ഒരു പാത്രം എടുക്കാം. അത് ഈ ശർക്കര ഒന്ന് മാറ്റി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. ലൈക്ക് ഒരു 1/4 കപ്പ് വീതം നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇതൊന്ന് നമുക്ക് നന്നായി കരഞ്ഞ് ഒരു ബോയിൽ വന്നാൽ മതി. ഇതിൽ നമുക്ക് സ്ട്രിങ് കൺസിസ്റ്റൻസി അങ്ങനെ ഒന്നും വേണ്ട. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരണം. ഇനി നമുക്കതൊന്ന് ഫിൽട്ടർ ചെയ്ത് വയ്ക്കാം. ഫിൽട്ടർ ചെയ്ത് നന്നായി ചൂട് മാറിയ ശേഷം നമ്മൾ എടുത്ത് വെച്ച മാവിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഫുള്ള് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ല മിക്സാക്കി കൊടുക്കണം. ഈ സമയം നമുക്ക് വെള്ളം തികഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആസ് യൂഷ്വൽ ദോശ മാവിൻ്റെ സ്റ്റേജാണ് കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പം ചട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്നുകൂടി നമുക്ക് എണ്ണ കൊടുത്ത് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ ആദ്യം എങ്ങനെ മാവ് ഒഴിച്ച് അപ്പത്തിന് അതുപോലെ തന്നെ ഈ സ്വീറ്റിൻ്റെയും നമുക്ക് ചെയ്ത് കൊടുക്കാം. 2 കരണ്ടി മാവിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് നമുക്ക് അടുപ്പം കൊണ്ട് അടച്ചാൽ മതി. ഒരു 2-3 മിനിറ്റ്സ് ഉള്ളിൽ തന്നെ നമുക്ക് സ്വീറ്റ് അപ്പം റെഡിയാവും. ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ചെട്ടിനാട് സ്റ്റൈൽ സ്വീറ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അമ്മ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. പണ്ട് അമ്മയുടെ മുത്തശ്ശൻ ഈ റെസിപ്പി ഭയങ്കര ഇഷ്ടമാണ്, ഈ സ്വീറ്റ് അപ്പം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ആളെന്താ വെച്ചാൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലിച്ചിരി തേനൊക്കെ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ റോളാക്കിയിട്ട് കഴിക്കുമെന്ന്. അങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല സ്വീറ്റ് ചെട്ടിനാട് അപ്പം റെഡി ആയിട്ടുണ്ട്. ടടാ, ഇത് തമിഴ്നാട് സ്റ്റൈൽ സോഫ്റ്റ് ആപ്പം റെഡി ആയിട്ടുണ്ട്. ആപ്പം വിത്ത് തേങ്ങാപ്പാൽ, മിനി ആപ്പം വിത്ത് തേങ്ങാപ്പാൽ, പിന്നെ ചെട്ടിനാട് സ്പെഷ്യൽ സ്വീറ്റ് ആപ്പമാണ്. അപ്പോൾ എല്ലാം നല്ല തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ റെസിപ്പി ചെയ്തിട്ട് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.